1-2 ദിവസമായിട്ട് ഒരു ഫാമിലി വ്ളോഗ് ചാനലിനെ ചുറ്റിപ്പറ്റി ഒരു കോൺട്രവേഴ്സി ഇങ്ങനെ പൊട്ടി മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ എന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് ഇതിൽ ചേട്ടാ ഒരു അഭിപ്രായം അങ്ങനൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കമൻറ്റ് ബോക്സിനകത്തും കുറച്ച് പേര് എന്തുകൊണ്ട് നിങ്ങൾ ആ വിഷയത്തിൽ സംസാരിക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട്. സംഗതി വേറൊന്നുമില്ല, ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ സത്യത്തിൽ എനിക്കൊരു ചളിപ്പുണ്ട് ഇപ്പോൾ. ഓക്കെ, പണ്ടത്തെ പോലെയല്ല. വെറുതെ നമ്മൾ എന്തിനാണ് പിന്നെ ഈ പ്രശ്നേഷനെ പോലെയോ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ഭയങ്കര റെലവൻ്റായിട്ട് സൊസൈറ്റിയിൽ നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലും ഒരു ഇത് വേണ്ടറി അങ്ങനെയുള്ള വിഷയങ്ങളിൽ ഇടപെടാമെന്ന് വിചാരിച്ചു. പണ്ടത്തെ പോലെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കുറേ വിഷയങ്ങളൊന്നും നിങ്ങളുടെ അടുത്തേക്ക് വന്ന് എൻ്റെ പേഴ്സ്പെക്റ്റീവ് വെക്കാതെ പോകുന്നത്. ഇതിപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻഡെപ്ത് ഞാൻ നോക്കിയ സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണമെന്ന് തോന്നി. ഓക്കെ, അനാമിക വിഷ്ണു എന്നാണ് ചാനലിൻ്റെ പേര്. ഈ ഫോട്ടോയിൽ കാണുന്ന ആളുകളെ നിങ്ങൾക്ക് അറിയുകയും ചെയ്യും. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഓഡിറ്റ് കീപ്പ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ അത്യാവശ്യം സോഷ്യൽ മീഡിയ കോണ്ടൻറ്റുകൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ 2024 നവംബർ മാസത്തിൽ അത്യാവശ്യത്തിൽ കൂടുതൽ വൈറലായിട്ടുള്ളൊരു കോണ്ടൻറ്റാണ് ഇവരത്. ഉദയഗിരിജ എന്നാണ് ഈ അമ്മയുടെ പേര്. ഇവർ ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ആ സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾഡ് ഏജ് ഹോം പ്ലസ് ഓർഫണേജാണ്. ഇവരുടെ ഓർഫണേജിലെ ഒരു കുട്ടി അനാമികയെ സ്വന്തം മകൻ വിഷ്ണുവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അത് ഭയങ്കര വൈറലായി. മലയാളികളെല്ലാവരും ഏറ്റെടുത്തു. ഞാനും ഒന്നൊരു കോണ്ടൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അത്രയും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമില്ലേ. അപ്പോൾ ഓക്കെ, എല്ലാവരും അത് അപ്രിഷ്യേറ്റ് ചെയ്തു. അതിനുശേഷം ഈ വിഷ്ണു ആൻഡ് അനാമിക അവർക്ക് കിട്ടിയൊരു വാം വെൽക്കം മലയാളികളിൽ നിന്ന് ഒരു ഹാപ്പിനെസ്സിൻ്റെ ഓവർലോഡൊക്കെ ഉണ്ടല്ലോ. അങ്ങനെയാണ് തോന്നുന്നു അവർ സോഷ്യൽ മീഡിയയിലേക്ക് വരികയാണ്. ഓക്കെ, അവർ ഫാമിലി വ്ളോഗ് ചെയ്യാൻ തുടങ്ങുകയാണ്. ചാനൽ തുടങ്ങി, ഇൻസ്റ്റാഗ്രാം പേജായി. അത്യാവശ്യം അവരുടെ ലൈഫിൽ നടക്കുന്ന ഡേ ടു ഡേ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ പുറത്തറിയിക്കാൻ തുടങ്ങി. വ്യൂവേഴ്സ് അതിൽ ഭയങ്കരമായിട്ട് എൻഗേജ്ഡായി. കാരണം കുറച്ച് ഈ പറഞ്ഞ ഹാപ്പി നോട്ടിൽ പോവല്ലേ. നമ്മൾ ഈ പ്രവീൺ പ്രണവ് ഇഷ്യൂലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇഷ്യൂ തുടങ്ങുന്നത് വരെ ഭയങ്കര ഹാപ്പി നോട്ടിൽ ഉപദേശങ്ങളും കാര്യങ്ങളും കേറേട്ടനും ഏട്ടത്തികളും ഒക്കെ ആയിട്ടാണ് പല വ്യൂവേഴ്സും കമൻ്റ് ഇടുന്നതൊക്കെ. സെയിം സാധനം തന്നെയാണ്. ഇവരെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കെയർ ചെയ്ത് പാമ്പർ ചെയ്തിട്ടാണ് ഇവരെ വ്യൂവേഴ്സും കമൻറ്റിലുള്ളവരൊക്കെ കൊണ്ടു നടന്നിരുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രഗ്നൻസി ഈസ് സംതിങ് വെരി ബിഗ് ഫോർ ഫാമിലി വ്ളോഗേഴ്സ്. ഈ കുട്ടി പ്രഗ്നൻ്റ് ആവുന്നു. പ്രഗ്നൻ്റ് ആയതിനു ശേഷം കുറേ കോണ്ടൻറ്റുകൾ ഇടുന്നു. അതിൽ വ്യൂവേഴ്സിൻ്റെ ഒരു ഓഡിറ്റ് വരുന്നു. ആ വ്യൂവേഴ്സിൻ്റെ ഓഡിറ്റ് തുടർന്ന് കമൻറ്റ് ബോക്സിൽ ഭയങ്കര നെഗറ്റീവ് വരാൻ തുടങ്ങി. ഈ കുട്ടി പ്രസവിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഭയങ്കരമായിട്ട് കൂടി. അങ്ങനെ ഇവർ ആ നെഗറ്റീവ്സൊക്കെ ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ പല വിഷയങ്ങളായിട്ട് ഇപ്പോൾ അന്ന് ഭയങ്കര ഹാപ്പി നോട്ടിൽ ഭയങ്കര പോസിറ്റീവായിട്ട് വൈറലായിട്ടുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് വിഷയം എന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 2024 നവംബറിൽ കല്യാണം കഴിഞ്ഞ ഈ വ്യക്തികൾക്ക് 2 പേർക്കും കുട്ടി ജനിക്കുന്നത്, ഓക്കെ, ഇതിൻ്റെ ടൈമൊക്കെയാണ്. ഇതിൻ്റെ കുട്ടി ജനിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/6/2025 ഓക്കെ, ഈ മാസം. അപ്പോൾ ആളുകൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ പറയുന്നത് ഈ കുട്ടി ഒരു 8-ാം മാസം അടുപ്പിച്ച് 7-ാം മാസത്തിൽ ജനിക്കുന്നൊരു കുട്ടിയാണ്. കല്യാണം കഴിഞ്ഞൊരു സമയവും കുട്ടി ജനിക്കുന്നൊരു സമയവും വെച്ച് നോക്കുമ്പോൾ അനാമിക എന്ന് പറഞ്ഞ പെൺകുട്ടി പ്രഗ്നൻ്റ് ആയത് കല്യാണത്തിന് മുമ്പായിരിക്കില്ലേ, ആണോ എന്നുള്ള ചോദ്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ അമ്മ നടത്തുന്ന ഈ ഒരു ഫെസിലിറ്റി, ഓക്കെ, അതിൽ ഈ കുട്ടിയുള്ള സമയത്ത് മകനിൽ നിന്ന് ഈ പെൺകുട്ടി ഗർഭിണിയായിട്ടാണോ ഇവർ ആ കുട്ടിയെ കല്യാണം കഴിപ്പിച്ചത് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് കമൻറ്റ് ബോക്സിനകത്തും പിന്നെ കുറേ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഓർഫനേജിലുള്ളൊരു കുട്ടിക്ക് എന്ത് സെക്യൂരിറ്റിയാണുള്ളത്? ഇതാണ് ചോദ്യം വളരെ റെലവൻ്റാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, ചോദ്യം ഈസ് വെരി റെലവൻറ്റ്. പക്ഷെ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു എന്താ പറയുക, നമ്മളെക്കാൾ കൂടുതൽ ചിലപ്പോൾ ഡോക്ടേഴ്സിന് ഇത് പറയാൻ പറ്റും. കാരണം പ്രീമെച്വർ ബേബി എന്ന് പറയുമ്പോൾ ഒരു 7-ാം മാസം കഴിഞ്ഞ് 8-ാം മാസത്തിലേക്ക് കടക്കുന്ന സമയത്ത്
എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് കുട്ടി എന്താണെങ്കിലും ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് കോംപ്ലിക്കേഷനാണ് കൂടുതലുണ്ടാവുക. ബട്ട് ചില സാഹചര്യങ്ങളിൽ വളരെ ഈ മിറാക്കിൾ എന്നൊക്കെ പറയുന്ന പോലെ ചില സാഹചര്യങ്ങളിൽ ഒന്നും സംഭവിക്കാറില്ല. നമുക്ക് അങ്ങനത്തെ കേസുകളും ഉണ്ട്. വളരെ ഓക്കെ ആയിട്ട് ഹെൽത്തി ആയിട്ട് അമ്മയും കുട്ടിയൊക്കെ പിന്നെ മുന്നോട്ടുള്ള ജീവിതം മുന്നോട്ട് പോകാറുമുണ്ട്. റെയർ ഓഫ് ദ റെയറസ്റ്റ് കേസുകൾ എന്നൊക്കെ പറയാൻ പറ്റും. ഇവിടുത്തെ സംശയങ്ങളൊക്കെ ഇവർക്ക് വന്നു തുടങ്ങുന്നത് ആളുകൾക്ക് വളകാപ്പിൻ്റെ വീഡിയോ 5-ാം മാസത്തിലാണോ വളകാപ്പിൻ്റെ വീഡിയോ ഇടുക? ഒരു സൈഡിൽ നിന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നു. ഒരു സൈഡിൽ നിന്ന് കുറേ ആൾക്കാർ ഇവർ ഈ പ്രഗ്നൻസി റിവീൽ ചെയ്തൊരു സമയം വെച്ചിട്ട് അതുമുതൽ ഇവർ ഈ ഡെലിവറി എടുക്കുന്നൊരു ടൈം വരെ ഇതെങ്ങനെ സംഭവിച്ചു, ഇത്ര ഷോർട്ട് ടൈം കൊണ്ട് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു. കുറേ പേര് ഈ കുട്ടിയുടെ ഫോട്ടോ വീഡിയോ ഇവരുടെ ചാനലിൽ കണ്ടിട്ട് 8-ാം മാസം അടുപ്പിച്ച് ജനിച്ചൊരു കുട്ടി അല്ലെങ്കിൽ 7-ാം മാസം കഴിഞ്ഞ് 8-ാം മാസത്തിലേക്ക് എത്തുന്ന സമയത്ത് ജനിച്ചൊരു കുട്ടിയെ പോലെ തോന്നുന്നില്ലല്ലോ, പ്രീമച്വർ ബേബി ആണെന്നുണ്ടെങ്കിൽ ഇത്ര പെട്ടെന്ന് ഈ കുട്ടിയെ ആളുകളുടെ അടുത്ത് എക്സ്പോസ് ചെയ്യാൻ പറ്റുമോ, ഇമ്മ്യൂണിറ്റി കുറവായിരിക്കില്ലേ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം പലരും ഓഡിറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഈ ഒരു പെർട്ടിക്കുലർ കോൺട്രവേഴ്സിയുടെ കോർ റീസൺ അവിടെയാണ് കിടക്കുന്നത്. ഓക്കെ, ആ വീട്ടുകാർ ഭയങ്കര ഹാപ്പിയാണ്. അവർ ഭയങ്കര ഹാപ്പി. ആ അമ്മയുടെ കല്യാണം ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞു. വിഷ്വൽസൊക്കെ ഞാനിവിടെ വയ്ക്കാം, നിങ്ങളും കണ്ടു കാണും. മക്കളെല്ലാവരും കൂടിയും ചേർന്ന്, മരുമക്കളും മക്കളെല്ലാവരും കൂടി ചേർന്ന് അമ്മേനെയും കല്യാണം കഴിപ്പിച്ചു. അങ്ങനെ അവർ ഒരു ഹാപ്പി ഫേസിലൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ പറഞ്ഞ കോൺട്രവേഴ്സി, ഇവരുടെ കല്യാണം, ഇവരുടെ പ്രസവം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ പൊട്ടിക്കേറി വരുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഒരു കോണ്ടൻറ്റിൽ എല്ലാവരും എടുത്തു വെച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് സന്ധ്യ പല്ലവി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേസ്ബുക്ക് അക്കൗണ്ടിലാണ്. ഓക്കെ, ഞാൻ ഈ സൈഡിൽ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വെക്കുന്നുണ്ട്. ഇവരൊരു കംപ്ലൈൻ്റൊക്കെ CWCക്കും ബാക്കി സിസ്റ്റത്തിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവരവിടെ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. കുറച്ചൊരു ഷോർട്ട് ടൈമിന് കോവിഡ് സമയത്ത് വേറെ ജോലിയൊന്നും ഇല്ലാത്ത സമയത്ത് ഈ ഗിരിജ നടത്തിയിരുന്ന സ്ഥാപനത്തിൽ, ഈ പറഞ്ഞ ഓർഫനേജിലും ഓൾഡ് ഏജ് ഹോമിലും കൂടി ജോലിക്ക് ഇവരൊരു നോട്ടീസ് എങ്ങാണ്ട് പത്രത്തിൽ കൊടുത്തത് കണ്ട് വന്ന വ്യക്തിയാണ് ഇവരവിടെ വർക്ക് ചെയ്ത സമയത്ത് കണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് പ്രൂഫൊക്കെ വെച്ച് ഇവർ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ കുറിപ്പൊന്ന് വായിക്കാം. കുറേ ദിവസമായി ഈ ഫോട്ടോയിൽ കാണുന്ന ഉദയഗിരിജ എന്ന ചാരിറ്റി ബിസിനസ്സുകാരിയെക്കുറിച്ച് ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ പ്രശംസിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നുണ്ട്. പക്ഷേ ഞാനൊന്ന് പറഞ്ഞു, ഈ സ്ത്രീ അനുഭവിച്ച ഡിപ്രഷൻ, മനോവേദന, അപമാനം, കണ്ണുനീർ, ഇതൊക്കെ ഇപ്പോഴും ഓർക്കുമ്പോൾ പോലും എൻ്റെ നെഞ്ചു പൊട്ടുകയാണ്. ഇതിൻ്റെ ഒന്നും ശാപം ഇവരെ ഒരിക്കലും വിട്ടുമാറില്ല. കോവിഡിന് ശേഷം വർക്കൊന്നുമില്ലാതെ വെറുതെ കുത്തിയിരുന്ന സമയത്താണ് ഞാനൊരു പരസ്യം കാണുന്നത്. ജോലിക്ക് ആളെ ആവശ്യമുണ്ട് ചിൽഡ്രൻസ് ഹോമിലേക്ക്. ഞാൻ അങ്ങനെ ഇവരെ കോൺടാക്റ്റ് ചെയ്യുന്നു. ഇവർ വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ജോലിക്ക് കയറി. എൻ്റെ കൂടെ വേറൊരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അവൾ ഇവിടുത്തെ അതേ ഓൾഡ് ഏജ് ഹോമിലാണ്. കുറച്ച് കാര്യപ്രാപ്തി തോന്നിയത്, കൂട്ടത്തിൽ കുറച്ച് കാര്യപ്രാപ്തി തോന്നിയതുകൊണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളും നോക്കാൻ എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ അവിടെ 3 ദിവസം നിന്നു. 3 ദിവസം കൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം എനിക്ക് മനസ്സിലായി. ഇതൊരു തട്ടിപ്പ് പ്രസ്ഥാനമാണെന്നും പൈസ സമ്പാദിക്കുന്നത് ഭാഗമായിട്ട് ഇത് നടത്തുന്നത് എന്നുള്ളതൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. അമ്മമാർക്ക് പുളിച്ച കഞ്ഞി കൊടുത്തത് ഞാൻ ചോദ്യം ചെയ്തു. അപ്പോൾ തന്നെ അവരെന്നോട് ഷൗട്ട് ചെയ്തു. ഞാൻ അവിടെ നിന്ന് പിറ്റേന്ന് തന്നെ ഇറങ്ങി നേരെ പോയി കൊടുമൺ സ്റ്റേഷൻ കേസ് കൊടുത്തു, റെസിപ്റ്റും വാങ്ങി. അങ്ങനെ ഇവരവിടെ പോയി കേസ് കൊടുത്തു. ഇവർക്ക് സെർച്ച് ചെയ്തപ്പോൾ കൊടുമൺ സ്റ്റേഷനാണ് കിട്ടിയതെന്നും അതിനുശേഷം ഇവർ വേറൊരു സ്റ്റേഷനിലേക്ക് ഇത് മാറ്റാൻ പറഞ്ഞു എന്നും അങ്ങനെ ഇവർ വേറെ സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു എന്നും ആ കേസിനെ തുടർന്നിട്ട് ബാക്കി നിങ്ങൾ വായിച്ചാൽ മതി, ഇവരുടെ ഫേസ്ബുക്ക് കയറി നിങ്ങൾക്ക് കിട്ടും. ഞാൻ ബ്രീഫ് പറഞ്ഞു. അങ്ങനെ ഒരു കേസ് കൊടുത്തത് ഒരു കൗണ്ടർ കേസായിട്ട് ഈ ഗിരിജ അവർക്ക് തിരിച്ചു കൊടുത്തു എന്നും പിന്നെ അത് അന്ന് അവരത് കൗണ്ടർ കേസ് വന്നത് കൊണ്ട് തന്നെ ഈ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്തു, അന്നത് അങ്ങോട്ട് മിണ്ടാതെയായി. പക്ഷേ സ്റ്റിൽ CWCക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലും കൊടുത്ത കേസുകളൊക്കെ സ്റ്റിൽ ഹ്യൂമൻ റൈറ്റ്സിനൊക്കെ കൊടുത്ത കേസൊക്കെ ഒരു സൈഡിൽ നടന്നു പോകുന്നുണ്ടായിരുന്നു. റീസെൻ്റ്ലി ഹ്യൂമൻ റൈറ്റ്സും CWCക്ക് ഇവർ വിളിച്ചിട്ട് മൊഴിയെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥാപനത്തിനെക്കുറിച്ച് നിരവധി കേസുകൾ ഇതിനു മുമ്പും ഉണ്ടായ ഒരു അറിവൊക്കെയാണ് ഇവർ വന്ന് ഈ പങ്കുവെക്കുന്നതും. ആൻഡ് ഇവരവിടെ ചെറിയ സമയം ജോലി ചെയ്ത സമയത്ത് കണ്ട ജീവമാത കാരുണ്യഭവനിലുള്ള കുറേ
ഇൻസിഡൻസ്, കുട്ടികളുടെ വൃത്തിയില്ലായ്മ, ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പ്രശ്നം, പിന്നെ കുട്ടികളെ എങ്ങനെ അവിടെ എത്തിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് ഇവർ ഡീറ്റെയിൽ ആയിട്ട് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ലേഡി ഞാൻ നോക്കുമ്പോൾ ഈ ലേഡി പണ്ടൊരു ലൈവും അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരു ലൈവ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ലേഡിയുടെ ആ ഒരു സ്ഥാപനം റിലേറ്റഡ് ആയിട്ട് പറയുന്ന ഒരു സംഗതി ഒരു സൈഡിലുണ്ട്. അത് കേസായതാണ്. ഓക്കെ, അവരുടെ പ്രൂഫും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പക്ഷെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ഈ ഗർഭം, ഈ കുട്ടിയുടെ പ്രസവം വിഷയങ്ങളിലേക്കാണ് കൂടുതലായിട്ട് ഇവർ എല്ലാവരും പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു ഇൻ്റർവ്യൂ ഉണ്ട് വരുന്നത് CVTV ലൈവ് എന്ന് പറഞ്ഞുള്ളൊരു ചാനലിനകത്താണ് ഞാൻ ഈ ഇൻ്റർവ്യൂ കണ്ടത്. ഈ ഇൻ്റർവ്യൂവിനകത്ത് ഇവർ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനു മുമ്പ് കയസ് ഇവരുടെ ഈ അമ്മയുടെ കല്യാണമല്ല, പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഈ കുട്ടിയുടെ ഒരു വീഡിയോൻ്റെ ഒരു പോസിറ്റീവ് വീഡിയോ ആണ് ചെയ്തത്. ഞാനത് കണ്ടപ്പോൾ എനിക്കത് തോന്നിയത്. ആ വീഡിയോനിടയിൽ കയസിനോട് തിരിച്ചൊരു കോമെൻറ്റ് ഒരാളിട്ടിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ കൈസ്, ഇതൊരു ഉഡായിപ്പ് ഗർഭമാണ്. പ്രഗ്നൻസി ബിഫോർ മാരേജ്. ഒക്ടോബർ 24 കല്യാണം, ജൂൺ 1 ഡെലിവറി. എങ്ങനെ നോക്കിയാലും 7 മാസം. പിന്നെ മാസം തികയാതെ പ്രസവിച്ച കുട്ടിയെ പോലെ തോന്നുന്നുണ്ടോ കൈസിന് ഈ ഭാവിയെ കണ്ടിട്ട്? ഒരിക്കലും പ്രഗ്നൻറ്റ് ബേബി 4th ഡേ ഓഫ് ഡെലിവറി ഡിസ്ചാർജ് ചെയ്യില്ല. ഇത്രയും വെയിറ്റ് ഉണ്ടാകില്ല. ആഫ്റ്റർ കെയർ നന്നായിട്ട് കൊടുക്കുകയും വേണം. വിഷ്ണു ആ അനാഥാലയത്തിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. ചെക്കനൊരു അബദ്ധം പറ്റി തലയിലായത്. അനാമികയെ കെട്ടേണ്ടി വന്നു. കാണാൻ സുന്ദരിയാണല്ലോ, അതാണ് സംഭവിച്ചത്. അല്ലാതെ അമ്മ മനസ്സും തങ്ക മനസ്സും ഒന്നുമല്ല. ഈ കാര്യം ചോദിച്ച് അവിടെ കമൻ്റ് ഇട്ടാൽ അപ്പോൾ തന്നെ ഡിലീറ്റ് ആക്കും. കൈസ് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കൈസിന് ഞാൻ പറഞ്ഞു ഇതേപോലെ അവിടെയും കമൻറ്റ് ബോക്സിലുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവരുടെ കമൻറ്റ് ബോക്സിലും ഈ കോമെൻറ്റുകൾ ചാടിക്കയറി വരുന്നുണ്ട്. ഇവർ നേരത്തെ ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തു എന്ന് പറഞ്ഞ ചാനലിൽ വന്ന ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് പോർഷൻസ് ഞാനിവിടെ പ്ലേ ചെയ്യാം. മാസമാവാതെ പ്രസവിച്ചത്. അപ്പം മാക്സിമം അവിടെ അടുത്തുനിന്ന് കുഞ്ഞിനെ ഒന്ന് നമ്മൾ നോക്കത്തക്ക രീതിയിൽ അവർക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ലല്ലോ. മെയിൻ ഓപ്പറേഷൻ ആകുമ്പോൾ എഴുന്നേറ്റിരുന്ന് പാൽ കൊടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അനാമികയെ എനിക്കിഷ്ടമല്ലായിരുന്നുണ്ടെങ്കിൽ എൻ്റെ മോന് ഞാൻ കല്യാണം കഴിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അവളെ ഇഷ്ടപ്പെട്ടു. അവരിപ്പോൾ നല്ല സന്തോഷത്തോടെ അവർക്കൊരു വീട് വെച്ചു കൊടുത്തു. അത് അവർക്ക് 3 മാസമായി. അത് അത്രേ ഉള്ളൂ. ഈ വീട് അവർക്ക് കയറാനും ഇറങ്ങാനും പ്രസവിച്ച് കിടക്കുമ്പോഴായാലും അവൾക്ക് അവളുടെ കുഞ്ഞ് അവന് എന്നും പറഞ്ഞുകൊണ്ടൊരു വീട് വെച്ച് കൊടുത്തു. അതെല്ലാം അവരോടുള്ള സ്നേഹം കൊണ്ടല്ലേ. ഒരു അമ്മ ചെയ്യേണ്ട കടമ എൻ്റെ രീതിയിൽ ഞാൻ ചെയ്യുന്നു. ആ ചെറുക്കൻ എന്തോ അബദ്ധം പറ്റിയതാണെന്ന് തോന്നുന്നു. 7 മാസം കഴിഞ്ഞേ ഉള്ളൂ. അതിനു മുമ്പേ തന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇതിന് പറയുന്നുണ്ട്, കല്യാണത്തിന് മുമ്പേ അമ്മ പറയുന്നുണ്ട് കൊച്ചിന് ഏജ് ആയില്ലായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിപ്പിച്ചതെന്നൊക്കെ. അപ്പൊ അതിലെന്തെങ്കിലും എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ സ്ഥാപനത്തിൽ നിന്നൊരു കുട്ടിയാണ്. നമ്മളിപ്പോൾ വീട്ടിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർ പറയുന്നതിൽ പിന്നെയും സത്യാവസ്ഥയാണെന്ന് പറയും. ഇതിപ്പോൾ സ്ഥാപനത്തിൽ നിൽക്കുന്നതാണ്. സ്ഥാപനത്തിൽ എന്താ ഉത്തരവാദിത്തപ്പെട്ടവരെ ഏൽപ്പിച്ച് പിന്നെ എനിക്ക് പോകാൻ വേറെ എങ്ങടോ ഇല്ലാത്തതുകൊണ്ട് അമ്മ തിരഞ്ഞെടുത്ത് അങ്ങനെ വിവാഹം നടത്തി തന്നതാണ്. അപ്പം ഇങ്ങനെ പറയുന്നവർ പറയട്ടെ. ഞങ്ങൾ ഈ കമന്റ് കണ്ടായിരുന്നു. ഇത് കേട്ടപ്പോഴത്തേക്കും നമുക്ക് വിഷമം വന്നു. കാരണം ഇങ്ങനെയുള്ള കമന്റ്, അതും ഇത്രയും നാലാളറിയ ഞങ്ങളുടെ എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഈ വ്ളോഗൊന്നും ചെയ്യാതെയോ, അത് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആക്ച്വലി വിഷമം വന്നു. ഈ പറഞ്ഞ് ഇവരങ്ങനെ വരെ പറഞ്ഞു തുടങ്ങിയെന്നായി. അപ്പോഴത്തേന് ഞങ്ങളത് വിട്ടു. ഞാൻ ഇതേപോലെ അമ്മയടുത്ത് ഞാൻ പറയാം, അമ്മ ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള കമന്റ് വരെ വന്നു തുടങ്ങുന്നുണ്ട് പറഞ്ഞപ്പോഴത്തേനും അമ്മയും പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരിക്കും സമൂഹം ചിന്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഒരു അവതാരിക ഈ ഒരു കമൻറ്റ് ബോക്സിൽ കാണുന്ന എല്ലാ ചോദ്യങ്ങളും അവരോട് ചോദിച്ചിട്ടുണ്ട്. അവരുടെ റിപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ വളരെ നോർമലായിട്ടാണ് കല്യാണം കഴിച്ചത്. അമ്മ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചു, അല്ലാതെ ഇതിന് മുമ്പുള്ള പരിചയ ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ല എന്നുള്ളത് ആ കുട്ടിയും പറയുന്നു, ആ വ്യക്തിയും പറയുന്നു. ഓക്കെ, ഈവൻ കല്യാണത്തിൻ്റെ സമയത്ത് ഇവരെടുത്ത വീഡിയോയിലടക്കം ആ പയ്യൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നു, ഈ പെൺകുട്ടി ആ പയ്യനെ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് കാണാറുണ്ട്, അത്രയേ ഉള്ളൂ എന്നുള്ളതൊക്കെയാണ് അവരുടെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നത്. പഴയ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനത് ട്രാക്ക് ചെയ്യുന്നില്ല. ചിലർ പറയുന്നത് ഇവരവിടെ തന്നെയാണ് താമസിക്കുന്നത് എന്നുള്ളത് ഇവർ കുറച്ച് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ്. ഓക്കെ, ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഇപ്പോൾ വീട് വെച്ച് മാറിയതിനെ കുറിച്ചും പലരും പറയുന്നുണ്ട്. പണിയും തുറയില്ലാത്തവരുത്തിന് വീട് വെച്ച് കൊടുക്കലാണ് അമ്മേൻ്റെ പണി, ഇവൻ എന്ത് പണി എന്നൊക്കെ ചോദിച്ചാൽ കുറേ ആൾക്കാർ അങ്ങനെയും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ അച്ഛനമ്മമാർ ചെയ്തു തരുന്നത് ചിലർക്ക് ചെയ്തു തരുമായിരിക്കും. ഓക്കെ, പിന്നെ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ചാരിറ്റി ആയിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തി, ഓക്കെ, ഒരു ജീവകാരുണ്യ പ്രവൃത്തി എന്നുള്ള രീതിക്കാണ് ഒരു ഓർഫണേജോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഈ പറഞ്ഞ ഓൾഡ് ഏജ് ഹോമൊക്കെ നടത്തുന്നത്. അവിടേക്ക് ഫണ്ട് പല രീതിയിൽ വരാം. ചില NGOs കൊടുക്കാം, ഓക്കെ, ഇല്ലെങ്കിൽ ചില മൾട്ടിനാഷണൽ കമ്പനികളോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യാം,
അവരുടെ ഫണ്ടിൽ നിന്നൊരു പങ്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് തന്നെ ചിലപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നുള്ള ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് അവർ എല്ലാ മാസത്തിലും അധികവും പിരിവിനായിട്ട് വരാറുണ്ട്. എല്ലാവരും ഒരു എമൗണ്ട് കൊടുക്കാറുണ്ട്. ചില ആളുകൾ പെർട്ടിക്കുലർലി അവരുടെ എന്തെങ്കിലും ഒരു സന്തോഷ ദിവസമോ അവരുടെ ഒരു ഹാപ്പിനെസ്സോ അവർ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ആ പൈസ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പൊട്ടിച്ചു കളയാതെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കും. സോ അതിലൊരു ഇപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഡൗട്ട് ആർക്കെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോ ഫോർ കേസോ സംതിങ്, നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റിഗേഷനോ കേസോ നിങ്ങൾക്ക് ഇടാൻ പറ്റും. ഓക്കെ, അതിൻ്റെ അക്കൗണ്ടും കാര്യങ്ങളും അതിൻ്റെ ഓഡിറ്റൊക്കെ അവർ കീപ്പ് ചെയ്യുന്നുണ്ടാവില്ല. ഒരു സ്ഥാപനം ആയതുകൊണ്ട് അവർ കീപ്പ് ചെയ്യാതിരിക്കില്ല. അപ്പം അങ്ങനെ ഒരു സ്ഥാപനം ആയതുകൊണ്ട് തന്നെ അതിലെന്താ നടക്കുന്നത്, അതിൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്താ, എങ്ങനെ അവർക്ക് വീട് വയ്ക്കാൻ പറ്റി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാം. ഓക്കെ, അതൊക്കെ ഈ കണ്ട് കമൻറ്റ് ബോക്സിൽ ഇട്ട് പോകുന്നവർ അവരുടെ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ എന്നെപ്പോലെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നവർ അങ്ങനെ പ്രസൻറ്റ് ചെയ്തിട്ട് പോകുകയെന്നല്ലാതെ ഇൻഡെപ്ത് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കേസോ കാര്യങ്ങളൊക്കെ പോയി അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും ആരും പോയതായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഈ സ്ഥാപനത്തിനെതിരെയും ഈ ലേഡിക്കെതിരെയും കേസ് ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ആ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ വെച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതല്ലാതെ തന്നെ 1-2 കേസുകൾ വേറെ ഉണ്ട് എന്നുള്ളത്, കേസായിട്ടല്ല അലിഗേഷൻസ് ഉണ്ട് എന്നുള്ളത് ഞാനും എൻ്റെ ഒരു സെർച്ചിലൂടെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഓബിയസ്ലി ഒരു ചാരിറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓൾഡ് ഏജ് ഹോമും ഓർഫനേജൊക്കെ നടത്തുന്ന സമയത്ത് പല ഡൗട്ടുകളും പലർക്കും വരാം. പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചിലർക്ക് സംശയം തോന്നിയിട്ട് കേസോ കൂട്ടങ്ങളോ കാര്യങ്ങളൊക്കെ ആവാം. അൺലെസ് അത് പ്രൂവ് ചെയ്യുന്നത് വരെ അത് നമുക്ക് കേസ് ഓക്കെ സംശയമായിട്ട് തന്നെയാണ് കാണാൻ പറ്റും. കാരണം അവിടെയൊക്കെ ഒരുപാട് അമ്മമാരും അച്ഛന്മാരും ഉണ്ട്, ഒരുപാട് കുട്ടികളും ഉണ്ട്. ഫൈൻ. അപ്പോൾ പെട്ടെന്ന് ആ സ്ഥാപനത്തിനെതിരെ ചാടിക്കറിയാം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വരണം. ഇതിന് മുമ്പ് നമ്മൾ കണ്ടിട്ട് ചില ഓൾഡ് ഏജ് ഹോമിൽ നിന്നോ ചില ഓർഫനേജിൽ നിന്നോ കുറേ വീഡിയോസ് പുറത്ത് വരും, അടിക്കുന്നതും തല്ലുന്നതും അവരെ ഹറാസ് ചെയ്യുന്നതൊക്കെ. ഇതിപ്പോൾ അങ്ങനത്തെ കേസുകളൊന്നും ഇല്ല. ഫൈൻ. അപ്പോൾ അൺടിൽ അൺലെസ് ഒരു കേസ് വന്ന് അതിൽ ആ ഒരു അലിഗേഷൻ പ്രൂവൺ ആയി കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ച് കാര്യങ്ങൾ പറയാം. അല്ലാത്ത പക്ഷെ അത് സംശയമാണ്. ഇനിയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് പറയുന്നൊരു കാര്യം, അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ പോയി ആ ഡോക്ടേഴ്സിനോട് ചോദിക്കണം ആ കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ചിലരൊക്കെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞത് കണ്ടു, അങ്ങനെ ഒരു സംഗതി നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റാണ്. തെറ്റാണ്, ഇത് ബോക്സ് പോവും. ഓക്കെ, തെറ്റാണ്. അതിനിപ്പോൾ കല്യാണം കഴിച്ചുകൊണ്ട് ആ തെറ്റ് മറച്ചു വയ്ക്കാൻ പറ്റുമൊന്നുമില്ല. അതങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഇപ്പോൾ ആർക്കെങ്കിലും അത്ര കീനായിട്ട് താല്പര്യമുണ്ട്, അത് അറിഞ്ഞേ പറ്റുമെന്നാണെന്നുണ്ടെങ്കിൽ കേസായിട്ട് മുന്നോട്ട് പോവാം. ഞാൻ നോക്കുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ അവർ ഹാപ്പിയാണ്. ഓക്കെ, അവർ ഹാപ്പിയാണ്. കുട്ടി വന്നു, അമ്മയുടെ കല്യാണം കഴിഞ്ഞു, അവരവരുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ അവരുടെ വീഡിയോ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായൊരു കാര്യം പറയാം. അവർക്കിത് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് ഓഡിറ്റ് ചെയ്ത് ഇതൊക്കെ നോക്കി വീഡിയോ ഇടാൻ അങ്ങനെ അറിയുന്ന ആൾക്കാരല്ലാന്ന് എനിക്ക് മനസ്സിലായി. ബേസിക്കലി അവർ ഭയങ്കര എന്താ പറയുക, ബഡ്ഡിങ് സ്റ്റേജിലാണ് ഇതിൻ്റെയൊക്കെ. അപ്പം അവർ ആ റോ ആയിട്ടുള്ള സാധനങ്ങൾ ചില പോർഷൻസ് അവർക്ക് അപ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നിയ പോർഷൻസ് കട്ട് ചെയ്യുക എന്നല്ലാതെ അല്ലാതെ ഒന്നും എനിക്ക് അങ്ങനെ ഒരു റോ വേർഷനിൽ അവർ ഫാമിലി വ്ളോഗേഴ്സായിട്ട് പൊങ്ങി വന്നതൊന്നും എനിക്ക് തോന്നുന്നില്ല. ആ ഒരു ഇമോഷൻ, ആ ഒരു സന്തോഷം, ആ ഒരു ലവ് ടുവേർഡ്സ് ദം, പ്രത്യേകിച്ച് ആ കുട്ടി ഒരു ഓർഫൺ ആയതുകൊണ്ട് ആ കുട്ടിയോടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള സ്നേഹം ആളുകൾക്ക്, പിന്നെ ഇങ്ങനൊരു കുട്ടി ഏറ്റെടുത്ത ആ പയ്യനോടുള്ളൊരു സ്നേഹം, അതുകൊണ്ട് വരുന്നൊരു വ്യൂവർഷിപ്പ്, അതുകൊണ്ട് പോകുന്നൊരു കെയർ, അങ്ങനത്തെ സാധനങ്ങളാണ് അതിനകത്തുള്ളത്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സംശയങ്ങൾ വരുന്ന സമയത്ത്, സംശയങ്ങൾ ചോദിക്കുന്ന സമയത്ത് സംശയമായിട്ട് ആർക്കും ചോദിക്കും പറയും ചെയ്യും. പക്ഷെ അത് അവരെ ഹേർട്ട് ചെയ്ത് അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് പോകുന്നൊരു സംഗതി ആകെ താളം തെറ്റുന്ന രീതിയിലാവും. ഇനി അല്ല ഹാർഡ് കോറായിട്ട് ആർക്കെങ്കിലും ഇറങ്ങിയിട്ട് ഇത് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചോ, കല്യാണത്തിന് മുമ്പ് അവിടെ ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നോ, മനസ്സിലായോ, പ്രഗ്നൻ്റ് ആയിട്ടാണോ കല്യാണം കഴിപ്പിച്ചത് എന്നൊക്കെ അറിയണമെന്നാണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നിയമ നടപടികളുമായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി അതിൻ്റെ പ്രൂഫോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവർക്ക് ഡിഫമേഷന് തിരിച്ച് കേസും കാര്യങ്ങളുമായിട്ട് പോകാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ കുട്ടി ഉണ്ടായ കാര്യത്തിൽ തന്നെ ഇവർ ഈ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവ്യൂവിൽ കുറേ കാര്യം പറയുന്നുണ്ട്. കുട്ടിയുടെ ഹെൽത്ത് ഇപ്പോഴും കംപ്ലീറ്റ്ലി റിക്കവേർഡ് അല്ല. 7 മാസം കഴിഞ്ഞ് 8 മാസത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ സ്കിന്നൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കുളിപ്പിക്കാൻ പറ്റില്ല കുട്ടീനെ. ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് ആളുകൾ ഭയങ്കരമായിട്ട് വരാൻ പറ്റില്ല അടുത്തേക്ക്. പക്ഷേ ഇവരുടെ വ്ളോഗ് കാണുമ്പോൾ അതിലൊക്കെ ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ കുറേ സംശയങ്ങളാണ് ആളുകൾ ചോദിക്കുന്നത്. കുറച്ചൊക്കെ ഒരു ഉത്തരം ഇവർ പറയുന്നുണ്ട്. 7 മാസത്തിൽ തന്നെ ഡെലിവറി കഴിഞ്ഞോ, എന്താണ് അതിന്റെ പിറകില്, ചുമ്മാ കള്ളത്തരമാണ്, നിങ്ങൾ പറ്റിക്കായിരുന്നു സമൂഹത്തിനെ എന്നൊക്കെയാണ് ഇവരെ പറ്റിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാനായി? 8 മാസം കഴിഞ്ഞില്ലേ? 8 മാസം കഴിഞ്ഞു. ഇനി ഡേറ്റ് ഉണ്ടായിരുന്നു. ഇനി ഒരു മാസമല്ല, ഒരു 10-25 ദിവസം ഉണ്ടായിരുന്നില്ലേ? 10-25 ദിവസവും കൂടെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പൊ ആ സമയത്ത് അതിന് മുന്നേ പറ്റിയത് എന്തെന്ന് വെച്ചാൽ ഇവള് ബാത്റൂമിൽ ഒന്ന് വീണ്, അവളോട് തന്നെ ചോദിക്കാം, ബാത്റൂമിൽ ഒന്ന് വീണപ്പം
ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇച്ചിരി ബ്ലീഡിങ് ഉണ്ടായി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞങ്ങളെല്ലാം അലറി വിളിച്ചാൽ പോയത്. ഇപ്പം എല്ലാം നമുക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ പറയാൻ പറ്റുമോ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേന് അവർ പെട്ടെന്ന് പറഞ്ഞു ഇതേപോലെ കൊല്ലത്താണ് പോയത്. കൊല്ലത്ത് പോയപ്പോഴത്തേന് അവർ പറഞ്ഞു ഇത് കാണിക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. പെട്ടെന്ന് വീണ് ബാത്റൂമിൽ വീണ് കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞിന് അനക്കമില്ല. അങ്ങനെ അവിടുത്തെ കൊല്ലത്തെ ഹോസ്പിറ്റലാണ് കൊണ്ടുപോയപ്പോൾ അവിടെ പറഞ്ഞ് നിങ്ങൾ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടുന്ന് വണ്ടി വളരെ സ്പീഡിലാണ് വന്നത് തന്നെ. ഞങ്ങൾ ഇവിടെ വന്ന് ഹോളി ക്രോസിൽ കൊണ്ട് കയറ്റി ആശുപത്രി കൊണ്ട് കയറ്റി കഴിഞ്ഞപ്പോഴത്തേന് അവർ പറഞ്ഞു അവിടെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അതിന്റെ പിറ്റേന്ന് അതുകൊണ്ട് ഞങ്ങളെല്ലാം ആ ടെൻഷനായിരുന്നു ഞങ്ങൾക്കെല്ലാം. 3 ദിവസമായിരുന്നു ചേച്ചി, 3 ദിവസം അതേ ടെൻഷനായിരുന്നു. സർജറി കഴിഞ്ഞപ്പോഴത്തേനും സാധാരണ അമ്മയൊക്കെ പറയുന്ന പേഷ്യന്റിനെ കൊണ്ടുവരുമെന്നാണ്. ഇത് കൊണ്ടുവന്നില്ല. ഇവളെയും വേറൊരു റൂമിൽ കൊണ്ട് നിർത്തി കുഞ്ഞിനെയും NICU-ലായിട്ട് കയറ്റി. ലേബർ റൂമിൽ തന്നെ ഈ അഡ്മിറ്റ് ആവത്തില്ലേ, സർജറി കഴിഞ്ഞ് പിന്നെ ICU-നകത്ത് കിടത്തുമായിരുന്നു. പിറ്റേന്നുണ്ടോ അന്നേരം ആ ഒരു രാത്രിയിലാന്നേലോ ഇനി ഇവളും കുഞ്ഞും അടുത്ത് വന്നപ്പോഴത്തേനും അവര് സമാധാനമായി. അതൊന്നും ആൾക്കാർ ചിന്തിക്കുന്നില്ല. കുഞ്ഞിന് ഈ മാസം തികയാതെ കുളിപ്പിച്ചുകൊണ്ട് കുഞ്ഞിന് വെയിറ്റ് കുറവാണ്. ഇതുവരെയും കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് പോലുമില്ല. പ്രസവം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായി ഇതുവരെയും കുഞ്ഞിനെ കുളിപ്പിച്ചിട്ടില്ല. ഇനി ഒരാഴ്ചത്തേക്കും കൂടെ സമയം പറഞ്ഞേക്കുക കുഞ്ഞിനെ കുളിപ്പിക്കാൻ. നല്ല ചികിത്സ കിട്ടിയപ്പെട്ട നമ്മളിപ്പോൾ ഒരു അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോവുക. നമുക്ക് ചില ഹോസ്പിറ്റലിൽ പോകുമ്പോൾ 2 ദിവസം കൂടെ പിടിച്ച് കിടത്തും. ചിലർ പെട്ടെന്ന് രോഗം ഭേദമായി വരും. അവർക്ക് എന്തോ ഞങ്ങൾ അവിടെ ചെന്ന് ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞതല്ല. ഹോസ്പിറ്റലിൽ ചെന്ന് അവർ ഡിസ്ചാർജ് ആക്കിയത്. എന്നിട്ട് വന്നിട്ട് 3 പ്രാവശ്യം കൊണ്ടുപോയി കുഞ്ഞിനെ. 3 പ്രാവശ്യം കുഞ്ഞിനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ. കുഞ്ഞിന് ചെറിയ ഇഷ്യൂ ഉണ്ട്. അവിടുത്തെ വലിയവരെ നോക്കുന്ന കാർഡിയോളജിസ്റ്റ് കുഞ്ഞിന്റെ ഇത് നോക്കിയപ്പോൾ പറഞ്ഞ് ഈ മിഷീനകത്ത് തെറ്റുപറ്റാം, നിങ്ങൾ ലൈഫ് ലൈനിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞ്. ഞാൻ നോക്കുന്നിടത്ത് 2 സിസ്റ്റർമാര് കുഞ്ഞിന്റെ ഫയലും കുഞ്ഞിനെ എടുത്തുകൊണ്ട് പറയാം ലൈഫ് ലൈനിലോട്ട് പോകാന്ന്. എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നെ ലൈഫ് ലൈനിൽ പോയപ്പോഴാണെങ്കിലും അമ്മയും കരച്ചിലായിരുന്നു, ഞാനും കരച്ചിലായിരുന്നു. അനാമയെ കൊണ്ടുപോയില്ല. ഇവിടുത്തെ 2-3 ദിവസത്തേന് ഇത് പറഞ്ഞിട്ടുമില്ലായിരുന്നു. ഞാൻ വന്നപ്പോഴാണേലും എൻ്റെ മുഖം വല്ലായിരിക്കും അനാമയെ ചോദിക്കുമായിരുന്നു. എനിക്ക് പറയാൻ അത് പറ്റിയില്ല. പിന്നെ ഇത്ര ഒരു ഇതൊക്കെ സംസാരമായപ്പോഴത്തേന് അനാമയ്ക്ക് മനസ്സിലായി അമ്മ ഇതുപോലെ പറഞ്ഞായിരുന്നു. കുഴപ്പമില്ല. പിന്നെ ഇന്നലെ എല്ലാം മെനഞ്ഞാന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഡോക്ടർ പറഞ്ഞ് ഇപ്പം പേടിക്കൊന്നുമില്ല, റിസൾട്ടൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് വെച്ചാൽ പരിഹരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ ഒരു വേർഷൻ. അപ്പം കുറേ കാര്യങ്ങളൊന്നും അവർ ഒരു വ്ളോഗിലോ കാര്യത്തിലോ അവർ പറഞ്ഞില്ല. ഇപ്പം അവർ പറയുന്നു. ഇങ്ങനെയാണ് ഈ സാധനങ്ങൾ പോകുന്നത്. ഇപ്പം പറയുന്നതിൽ തന്നെ മിസ്മാച്ച് പലർക്കും തോന്നാം. ഓക്കെ, ഡേറ്റിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ പറയുന്ന വളകാപ്പിൻ്റെ കാര്യത്തിലോ ഒക്കെ പല മിസ്മാച്ചും പലർക്കും തോന്നാം. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ അവർ ഓക്കെ ആയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. വലിയ സീനൊന്നും അവർക്കില്ല. പിന്നെ എനിക്ക് ബാക്കി ഫാമിലി വ്ളോഗേഴ്സിനെ പോലെ ഉടായിപ്പിച്ച് ഒരു മനഃപൂർവ്വം കോൺട്രവേഴ്സി ഉണ്ടാക്കി അങ്ങനത്തെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവർക്കിപ്പോൾ പ്രത്യേകിച്ചൊരു ഇതുണ്ടാക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടാക്കി വന്നൊരു സാധനമല്ല. ഇതെന്തോ ആളുകൾക്ക് തോന്നിയ കുറേ ഡൗട്ട്സ് പിന്നെ ഓർഗാനിക്കലി അങ്ങനെ പൊന്തി വന്ന് സംശയങ്ങളായി മാറി. പിന്നെ ഈ അമ്മയുടെ കല്യാണം കൂടി റീസെൻ്റ് ആയ സമയത്ത് ഇവരുടെ വീഡിയോസിനകത്ത് ഈ കുട്ടിയും പിന്നെ ന്യൂ ബോണും എല്ലാം കൂടിയും കണ്ട സമയത്ത് ഇവർക്ക് ഓക്കെ, പ്രീമെച്വർ ബേബി, 7-ാം മാസം അടുപ്പിച്ച് പ്രസവിച്ച ഒരമ്മ, ഇവരിത്ര ഹെൽത്തി ആയിട്ടിരിക്കും. അങ്ങനത്തെ കുറേ സംശയങ്ങളാണ്. മോസ്റ്റ്ലി സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആർക്കെങ്കിലും ഇപ്പോൾ ഹാർഡ് കോറായിട്ട് ഇത് പറ്റൂ, ഓക്കെ, കല്യാണത്തിന് മുമ്പ് ഇവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിഞ്ഞേ പറ്റൂ എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ഗോ ഫോർ എ കേസ്. ഒരു സോഷ്യൽ മീഡിയ ഓഡിറ്റിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നത് ഇതിലൊരു കേസായിട്ട് ആരെങ്കിലും മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ബെറ്റർ. ലൈക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു അവയർനെസ് കൂടിയാവുമല്ലോ. മനസ്സിലായോ? അങ്ങനൊരു സ്ഥാപനത്തിൽ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടാണ് ആ കല്യാണം കഴിഞ്ഞതെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഒരു അവയർനെസ് ആണ്. ഓക്കെ, അല്ലാത്ത പക്ഷം ഞാൻ പറഞ്ഞല്ലോ, വെറുതെ ഒരു തരം എനിക്കെന്തോ ഒരു സുഖമില്ലാത്തൊരു കോൺട്രവേഴ്സി പോലെ ഇത് തോന്നി. അത് അവരുടെ മെൻ്റൽ ഹെൽത്തിനെയും അവരുടെ ഫാമിലി സ്റ്റെബിലിറ്റീനെയും ഒക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ബട്ട് സ്ഥാപനമായിട്ട് റിലേറ്റ് ചെയ്ത് ഉള്ള കാര്യങ്ങൾ, ഈ ഉദയഗിരിജ എന്ന് പറഞ്ഞ ലേഡി നടത്തുന്ന സ്ഥാപനം, അതിൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അതിൽ നടക്കുന്ന ആക്ടിവിറ്റീസൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് കേസും അതിൻ്റെ പ്രൂഫ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്ഥാപനമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കുറച്ചും കൂടി എനിക്ക് തോന്നുന്നത് കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ചാൽ കിട്ടുമായിരിക്കും. ഓക്കെ, അല്ലാത്ത പക്ഷം അവരുടെ ഫാമിലി, വിഷ്ണു, അനാമിക, കുട്ടി, ആ ഫാമിലിക്ക് ഒരു ഇൻട്രൂഡിങ് എന്തോ എനിക്കതൊരു ആ ഒരു ഹാപ്പിനെസ് കളയാൻ താല്പര്യമില്ല. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നുന്നു. ലെറ്റ് സി, വരും ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ ഹാപ്പനിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. പിന്നെ ഒരു ഡോക്ടറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിവിടെ വെക്കുന്നുണ്ട്.
അതിലവർ കുറേ അധികം കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് കേട്ടോ. അതായത് ഈ പ്രീമെച്വർ ബേബി ഉണ്ടാകുന്ന സമയത്ത് കുറേ ആളുകൾക്ക് വരാവുന്ന കുറച്ച് എന്താ പറയുക തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ഗർഭകാലം എന്നത് 280 ദിവസം അല്ലെങ്കിൽ 40 ആഴ്ചയാണ്. 37 ആഴ്ചകൾക്ക് ശേഷം ജനിക്കുന്ന കുഞ്ഞുങ്ങളാണ് യഥാർത്ഥത്തിൽ ഗർഭകാലം പൂർത്തിയായി ജന്മം കൊള്ളുന്നവർ. ഒരു പെൺകുട്ടി ഗർഭിണിയായി എന്ന് മനസ്സിലാക്കിയ ശേഷം ഗർഭകാലം എത്ര അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ച എത്ര ആഴ്ചയായി ഏകദേശം എന്ന് പ്രസവിക്കും എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഒരു സ്കാനിങ് റിപ്പോർട്ടിൽ തന്നെ കുഞ്ഞിൻ്റെ ജനനത്തിൻ്റെ സാധ്യതയുള്ള 2 ദിവസങ്ങൾ ഉണ്ടാകും. ഒന്ന് കുഞ്ഞിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനത്തിലും മറ്റൊന്ന് ആർത്തവ ചക്രത്തിൻ്റെ അടിസ്ഥാനത്തിലും. രണ്ടും തമ്മിൽ കുറഞ്ഞത് 2 ആഴ്ചയുടെ വ്യത്യാസം ഉണ്ടാകും. കുഞ്ഞിൻ്റെ വളർച്ച ആഴ്ചയുടെ കണക്കിലാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാസത്തിൽ ആക്കി പറയുമ്പോൾ വ്യക്തത കുറവുണ്ടാകും. 28 ദിവസം കഴിയുമ്പോൾ 4 ആഴ്ചയാണ്. എന്നാൽ ഒരു മാസം പൂർത്തിയാകുന്നില്ല സാധാരണ കലണ്ടർ പ്രകാരം. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഒരു മാസത്തിൽ 30-31 ദിവസത്തിൽ ആളുകൾ ഫെബ്രുവരി മാസം മാത്രം ഇത് ചെയ്യുക. അതായത് ചില സാഹചര്യങ്ങളിൽ നമ്മൾ പറയുന്ന മാസക്കണക്കുകൾ പ്രഗ്നൻ്റ് ആയവരിൽ തെറ്റാൻ സാധ്യതയുണ്ടെന്ന് അർത്ഥം. പെൺകുട്ടികളുടെ ഗർഭകാലം എന്നും ചില ആളുകൾക്ക് സംശയമാണ്. ഉദാഹരണം, ഒരു വീട്ടിൽ 2 പെൺകുട്ടികൾ ഒരേ വർഷം ജനുവരി 14-നും ജനുവരി 29-നും മരുമക്കളായി വന്നു എന്നിരിക്കട്ടെ. 14-29 ആ ടൈം ഗ്യാപ്പ് നിങ്ങൾ വെച്ചു. 2 പേരുടെയും അവസാന ആർത്തവ ദിവസം ജനുവരി 1 കരുതുക. ആദ്യ മാസം തന്നെ 2 പേരും ഗർഭിണികളായിരിക്കുക. ആദ്യ സ്കാനിങ്ങിൽ 2 പേരുടെയും കുഞ്ഞിൻ്റെ വളർച്ച ഒന്നുപോലെ ആയിരിക്കും. എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റും ഒന്നായിരിക്കും. കാരണം 2 പേരുടെയും അവസാന ആർത്തവം ഒരേ ദിവസം ആയിരുന്നല്ലോ. ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്നവർക്കറിയാം. എന്നാൽ വിവരമില്ലാത്ത ചിലർ പറയും രണ്ടാമത്തെ മരുമകൾ ഗർഭിണി ആയ ശേഷം ആയിരിക്കും വന്നത് എന്ന്. ഡേറ്റ് ഉദാഹരണം ആയി പറഞ്ഞതാണ് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നീട് അങ്ങോട്ട് കുഞ്ഞിൻ്റെ ശരിയായ വളർച്ചയും അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യം അനുസരിച്ചും പ്രസവം നോർമൽ ഓർ CS അങ്ങോട്ട് ഇങ്ങോട്ട് ചിലപ്പോൾ മാസങ്ങൾ മുന്നോട്ട് മാറിയോ പോലും സംഭവിക്കാം. രണ്ടാമത്തെ മരുമകൾക്ക് കഷ്ടകാലത്തിന് പ്രീമച്വർ ഡെലിവറി എങ്ങാനും വേണ്ടി വന്നാൽ തീർന്നു. സത്യം തന്നെയാണ്. എനിക്ക് ഇവിടുത്തെ കേസുമായിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ അനാമികയുടെ കേസുമായിട്ട് ഈ സാധനങ്ങൾ കുറച്ച് നിങ്ങൾ കൂട്ടി നോക്കിയാൽ മതി. ഓക്കെ, എന്താണ് പ്രീമച്വർ ബർത്ത് അല്ലെങ്കിൽ അകാല ജന്മം എങ്കിൽ മാസം തികയാതെ ഉള്ള പ്രസവം. അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഡോക്ടറോട് എത്തിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളതിലൂടെ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് പ്രീമച്വർ ബേബിക്ക് എങ്ങനെയാണ് എന്തൊക്കെ കെയറാണ് കൊടുക്കേണ്ടത്, പ്രീമച്വർ ബർത്ത് ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യണമെന്നതിനൊക്കെ കുറിച്ചൊക്കെ. ഞാൻ ആ ഒരു ടോപ്പ് പോർഷൻ മാത്രം നിങ്ങൾക്ക് വായിച്ചു തന്നത്. നിങ്ങൾ ഇനിയൊന്ന് കണക്ട് ചെയ്യുക അനാമികയുടെ കേസുമായിട്ട്. ഓക്കെ വ്യൂവേഴ്സ്, പെട്ടെന്ന് ഒരു അലിഗേഷൻ പറയാൻ വളരെ സുഖമാണ്, പക്ഷേ അതൊരു സീരിയസ് അലിഗേഷനുമാണ്. ആ പയ്യനും ആ അമ്മയടക്കമുള്ളവരൊക്കെ അകത്ത് പോകാൻ തക്കതായിട്ടുള്ളൊരു അലിഗേഷനാണ്. അപ്പം അങ്ങനെ ഒരു സാധനം പറഞ്ഞ് എറിഞ്ഞിടുമ്പോൾ അതവരുടെ ലൈഫിൽ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. സോ കുറച്ച് കെയർഫുൾ ആവുമെന്ന് എനിക്ക് പറയാനുള്ളൂ. എന്താണെന്നുണ്ടെങ്കിലും അവരവരുടെ ലൈഫ് അങ്ങനെ പോട്ടെ. ലെറ്റ്സ് സീ. ആരെങ്കിലും ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് കോറായിട്ട് ഇത് അറിഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ്, കേസൊക്കെ ആയിട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സീ അപ്ഡേറ്റ്സ് കിട്ടുമല്ലോ എന്നുള്ളത്.